السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. പ്രിയമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധമായ റമദാനിലെ കാരുണ്യത്തിന്റെ 10 ദിനങ്ങളിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ധാരാളമായി റഹ്മത്ത് ചെയ്യുന്ന 10 ദിവസങ്ങളാണ് റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് നമുക്കറിയാമല്ലോ. അല്ലാഹു അവന്റെ അടിമകളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. റഹ്മാനായ അല്ലാഹുവിന്റെ 99 പരിശുദ്ധ നാമങ്ങളിൽ 2 നാമങ്ങൾ അവന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഒന്ന് റഹ്മാൻ, 2 റഹീം. 99 നാമങ്ങളിൽ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന 2 നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാൾ ഒരു ദിവസത്തിൽ 34 പ്രാവശ്യം നിർബന്ധമായി ഈ നാമങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. 5 വക്ത് നിസ്കാരം മുസ്ലിങ്ങളാകുന്ന നമുക്ക് നിർബന്ധമാണല്ലോ. ആ 5 വക്ത് നിസ്കാരങ്ങളിൽ 17 റക്അത്തുണ്ട്. ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്ത് ഓതൽ നമുക്ക് ഫർളാണ്. ഫാത്തിഹയിൽ റഹ്മാൻ എന്ന നാമം 2 പ്രാവശ്യവും റഹീം എന്ന നാമം 2 പ്രാവശ്യവും നമ്മൾ ഒഴിയുന്നുണ്ട്. ആ നിരക്ക് 34 പ്രാവശ്യം ഒരു വിശ്വാസി ഒരു ദിവസം നിർബന്ധമായി അല്ലാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന ഈ നാമങ്ങൾ അവൻ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൂടാതെ ഭൂമിയിൽ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു വലിയ കരുണയുള്ളവനാണ്. മനുഷ്യൻ അള്ളാഹുവിനോട് എത്ര ധിക്കാരം കാണിച്ചാലും അള്ളാഹു ഇങ്ങോട്ട് അവന്റെ അടിമകളാകുന്ന നമ്മളോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. റഹ്മാനും റഹീമുമാണ് അള്ളാഹു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു കരുണ ചെയ്യും. റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിപ്പെട്ടവർക്ക് മാത്രം അല്ലാഹു പരലോകത്ത് കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടുത്തേക്കാളേറെ ഒരു വിശ്വാസിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ആവശ്യമായി വരിക നാളെ പരലോക ജീവിതത്തിലാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ 99 ഭാഗവും നാളെ പരലോകത്തേക്ക് വേണ്ടിയാണ് അല്ലാഹു മാറ്റിവെച്ചത്. അവന്റെ റഹ്മത്തിന്റെ 100ൽ 1 മാത്രമാണ് അല്ലാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അത് തന്നെ മനുഷ്യരാകുന്ന നമുക്ക് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളും, ഈ ലോകത്തുള്ള അല്ലാഹു പടച്ച മുഴുവൻ ജീവജാലങ്ങൾക്കും കൂടെ അവന്റെ റഹ്മത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99 അല്ലാഹു നാളെ പരലോക ജീവിതത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഇവിടുത്തേതിലേറെ അല്ലാഹുവിന്റെ റഹ്മത്ത് ആവശ്യമായി വരുന്നത് നമുക്ക് നാളെയാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാവണമെങ്കിൽ ഇവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് യഥേഷ്ടം ലഭിക്കണം. അതുപോലെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് മാത്രം ജീവിച്ചാൽ പോലും
അവിടെ നമുക്ക് നമ്മുടെ ഇബാദത്തിന്റെ മഹിമ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ടൈമിൽ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചാലും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയായി അത് മാറുകയില്ല. അപ്പൊ നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ അതിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധ ചെലുത്തുക. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള മാർഗങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ധാരാളം ഇടങ്ങളിലായി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടി വിജയിക്കാനുള്ള മാർഗം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടി വിജയിക്കുന്നവരാകാൻ വേണ്ടി. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ലഭിക്കാനുള്ള ഏക വഴിയാണെന്ന് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള വലിയൊരു മാർഗമാണ് ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. നമ്മുടെ സഹജീവികളായ മനുഷ്യന്മാരോടും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളോടും അതുപോലെ തന്നെ പക്ഷികൾ, ഇവിടെ അള്ളാഹു പടച്ച എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. എന്നാൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ റഹ്മത്ത് അതിലൂടെ നമുക്ക് ലഭിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടല്ലോ, ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പാപങ്ങൾ പുറത്തു കൊടുത്തതും, ഭക്ഷണം കൊടുക്കാതെ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകാവകാശിയായത് ചരിത്രങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്താളുകൾ രേഖപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക. നമ്മുടെയൊക്കെ ഇടയിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. മാരകമായ രോഗം ബാധിച്ച് ചികിത്സിക്കാൻ വഴിയില്ലാതെ വിഷമിക്കുന്നവർ, താമസിക്കാൻ സ്വന്തമായൊരു വീട് വെക്കാൻ കഴിയാത്തവർ, തന്റെ പെൺമക്കളെ മാന്യമായ നിലയ്ക്ക് വിവാഹം ചെയ്ത് പറഞ്ഞയക്കാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെയൊന്നും അവഗണിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അവരുടെയൊക്കെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അകറ്റാൻ നമ്മളാലാവുന്നത് നമുക്ക് ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായി സഹായിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടപെടൽ മൂലം അവർക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ആ രൂപത്തിലുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിയിരിക്കണം. എന്നാൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്കതിലൂടെ ലഭിക്കും. അതുപോലെ മറ്റു ജീവജാലങ്ങളോട്, ഇപ്പൊ നമുക്കറിയാം ശക്തമായ ചൂടുള്ള ഒരു ടൈമാണ്. ഈ സമയത്ത് നമ്മളൊരു പാത്രത്തിൽ നല്ല ശുദ്ധമായ വെള്ളം നമ്മുടെ വീട്ടുമുറ്റത്തോ മറ്റോ വെച്ചു കൊടുത്താൽ അതിൽ നിന്ന് പൂച്ച, നായ പോലത്തെ ജീവികൾ വന്ന് വെള്ളം കുടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ ജീവജാലങ്ങളോട് വലിയ കരുണയാണ് നമ്മൾ കാണിച്ചത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് യജമാനനായ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അങ്ങനെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചും അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ടും പടച്ചറപ്പിന്റെ റഹ്മത്ത് കിട്ടി വിജയിക്കാനുള്ള ശ്രമങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തുക. പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ
അള്ളാഹുവിന്റെ റഹ്മത്ത് യഥേഷ്ടം ലഭിക്കാൻ അള്ളാഹു പ്രഖ്യാപിച്ചൊരു പ്രത്യേകമായ ഓഫറുള്ള ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഉത്സാഹിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ സ്വർണാവസരം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.